ഇവിടെ അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്, ഈ കേസ് ഇലക്ട്രൽ ബോണ്ട് കേസ് വാദം നടക്കുന്ന വേളയിൽ സോളിസിറ്റർ ജനറൽ റൈറ്റ് ഓഫ് പ്രൈവസിയെ കുറിച്ചാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഈ സംഭാവന കൊടുത്ത ആളുകളുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം. പുട്ടസ്വാമി കേസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് പ്രൈവസിക്ക് അവകാശമുണ്ട് എന്ന് വാദിച്ചു. അറ്റോർണി ജനറൽ മുഖ്യമായും വാദിച്ചത് ഈ റൈറ്റ് ടു നോ എന്ന പൗരന്മാരുടെ അവകാശം റീസണബിൾ റെസ്ട്രിക്ഷൻ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ അബ്സല്യൂട്ടായി അറിയാനുള്ള അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാദിച്ചു. ഇതൊക്കെ കോടതി നിരാകരിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആര് എത്ര തുകയുടെ ബോണ്ട് വാങ്ങിച്ചു, ഏത് പാർട്ടി ആ ബോണ്ട് സ്വീകരിച്ചു എന്ന് കൃത്യമായി മനസ്സിലായാലല്ലേ നമുക്ക് ഇതിൻ്റെ മാനങ്ങൾ മനസ്സിലാവും. അതായത് ആർക്കെങ്കിലും അങ്ങനെ വലിയ സംഭാവന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിക്ക് കൊടുത്തതുകൊണ്ട് അവിഹിതമായി എന്തെങ്കിലും തിരിച്ചു കിട്ടിയോ, സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ആര് ആർക്ക് കൊടുത്തു എന്നുള്ളത് കൃത്യമായും വ്യക്തമാവണ്ടേ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, അങ്ങനെ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. വ്യക്തമാകണമെന്നുള്ള ഒരു സതുദ്ദേശവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ചൂണ്ടിക്കാട്ടിയതിനെ കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചോട്ടെ. അദ്ദേഹം പറയുകയുണ്ടായി, നികുതി നിയമത്തിൽ ഇളവ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തേ തീരൂ. തീർച്ചയായിട്ടും നികുതി നിയമപ്രകാരം ഇളവ് കിട്ടേണ്ട, അങ്ങനെ ഒരു പരിഗണനയും വേണ്ട. ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഐഡന്റിറ്റി കൺസീൽ ചെയ്യുക, തൻ്റെ പേര് മറച്ചു വെക്കുക, കമ്പനിയുടെ പേര് മറച്ചു വെക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള പ്രയോറിറ്റി എങ്കിൽ ഇങ്ങനെയുള്ള കൺസേണിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രയോറിറ്റി എന്നുള്ളത്, അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി എങ്കിൽ മറ്റേ ഇളവുകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയും. പിന്നെ ശ്രീ അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ പ്രശ്നം ഉണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ഒരു വലിയ പൊതു നന്മ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത്തരം ഒരു ഉത്തരവ് പാസ്സാക്കിയത്. ഇത്ര വർഷങ്ങളായിട്ടും 20,000-ത്തിലധികം ബോണ്ടുകൾ മാത്രമല്ലേ വാങ്ങപ്പെട്ടിട്ടുള്ളൂ. കോടിക്കണക്കിന് വോട്ടർമാരുള്ള നമ്മളെപ്പോലൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ 20,000 ഇലക്ട്രൽ ബോണ്ടുകൾ മാത്രമാണ് വാങ്ങപ്പെട്ടിട്ടുള്ളത് എങ്കിൽ എത്രത്തോളം പൊതുജന പാർട്ടിസിപ്പേഷൻ അതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖയാണ് ഈ 20,000 എന്നുള്ള ആ ഒരു നമ്പർ. അപ്പോൾ ഈ പറയുന്നത് പോലെ വ്യാപകമായിട്ട് ജനങ്ങൾക്ക് അവർക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുവാനുള്ള അവകാശം, ആ അവകാശം കോൺഫിഡൻഷ്യലാക്കി വെക്കുവാനുള്ള അവരുടെ സ്വകാര്യത അവകാശമൊക്കെ ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും 20,000 ഇലക്ട്രൽ ബോണ്ടുകളല്ലേ ഇവിടെ പരിഗണനയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ആർക്കുള്ള കോൺഫിഡൻഷ്യാലിറ്റി എന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. അത്ര വ്യാപകമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള വസ്തുതയാണ്. പിന്നെ SBIയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ ലൈവ് ലോ എന്ന് പറയുന്ന പോർട്ടലിൽ നമുക്ക് ഓർത്തെടുത്ത് പറയുവാൻ കഴിയില്ലല്ലോ, നോക്കി തന്നെ വ്യക്തതയോടുകൂടി തന്നെ പറയണം. വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, ആ ജഡ്ജ്മെന്റ് വാസ് ഇഷ്യൂഡ് ഓൺ February 15th. ഫെബ്രുവരി 15-നാണ് ഞങ്ങളുടെ ഉത്തരവ് വന്നത്. ഇന്ന് മാർച്ച് 11-ആണ്. 26 ദിവസം എന്താണ് നിങ്ങൾ ചെയ്തത്? എന്ത് മാച്ചിങ് എക്സർസൈസാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ സത്യവാങ്മൂലം ഇതിൽ നിശബ്ദത പുലർത്തുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു അളവ് വരെ സത്യസന്ധത പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനെ നിരീക്ഷണം നടത്തിയത്. അതും രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയുടെ ഏറ്റവും വിശിഷ്ടമായ 5-അംഗ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം വരണമെന്നുണ്ടെങ്കിൽ അത് SBI ജൂൺ 30 വരെ ഈ ഒരു എക്സർസൈസ് നീട്ടുവാനുള്ള സമയം ചോദിച്ചതിനോടുള്ള കോടതിയുടെ പ്രതികരണമല്ലേ, അപേക്ഷ തള്ളുകയല്ലേ ചെയ്തത്. അപ്പോൾ ഒരു തരത്തിലും ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊതുനന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട SBIയെ പോലൊരു ഏജൻസിയിൽ നിന്നും പ്രതീക്ഷിച്ചതല്ല. പിന്നെ നാളെ എങ്ങനെ ഈ ഡേറ്റ റിലീസ് ചെയ്യപ്പെടുന്നു? അവരെ കൊണ്ടത് സാധിക്കില്ല എന്ന് സാങ്കേതികമായിട്ടുണ്ടെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയുടെ മുഖത്ത് നോക്കി അവർക്ക് പറയുവാൻ കഴിയുമല്ലോ. കാരണം വിൽഫുൾ ഡിസൊബീഡിയൻസ് ആണെങ്കിൽ മാത്രമാണ് കണ്ടംപ്റ്റ് വരുന്നത്. ഡിസൊബീഡിയൻസ് പലതരത്തിൽ വരാം. 2002 ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ കേസിൽ ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ, അതായത് 1 ദശലക്ഷം ആളുകളിൽ എത്ര ജഡ്ജിമാരുണ്ട് എന്നുള്ളത് അന്ന് 15-ൽ താഴെയായിരുന്നു. അത് 5 വർഷം കൊണ്ട് അത് 50 പെർ മില്യൺ, 1 മില്യണിൽ 50 പേര് വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു. നടപ്പിലാക്കില്ല, ഒരു കണ്ടംപ്റ്റും ഇല്ല. കാരണം രാജ്യത്തിന് അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലായിരുന്നു.
അപ്പൊ സാങ്കേതികമായിട്ടും അവർ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത് അസാധ്യമെങ്കിൽ അസാധ്യമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിക്ക് നിർബന്ധിച്ച് അത് നടപ്പിലാക്കുവാൻ കഴിയുമോ? സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നാളെ ഈ ഡേറ്റ പുറത്തു വരും എന്നുണ്ടെങ്കിൽ, പുറത്തു വരികയാണ്, അത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ SBIയുടെ ഭാഗത്ത് നിന്ന് ഇത് ഡിസ്ക്ലോസ് ചെയ്യുവാനുള്ള വൈമനസ്യമല്ലേ അവിടെ വെളിവാക്കപ്പെട്ടത്? അതാണ് കോടതി ഉത്തരവിനെ കാറ്റിൽ പറത്തുവാൻ തന്നെയാണ് SBI ശ്രമിച്ചത്. ഉത്തരവ് വളരെ വ്യക്തമായിട്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട്.